മുട്ടിൽ മരമുറി കേസിൽ പ്രതികൾക്ക് തിരിച്ചടി. ഈട്ടിത്തടികൾ കണ്ടുകെട്ടിയ നടപടി വയനാട് ജില്ലാ കോടതി ശരിവെച്ചു. പ്രതികളായ ജോസ് കുട്ടി അഗസ്റ്റിൻ, ആന്റോ അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരുടെ അപ്പീൽ തള്ളി. ഡിഎഫ്ഒ മരം കണ്ടുകെട്ടിയതിനെതിരെ അഗസ്റ്റിൻ സഹോദരന്മാർ ജില്ലാ കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു. വിവരങ്ങളുമായി എസ് വിനേഷ് കുമാറാണ് ചേരുന്നത്. വിനേഷ്, ഈ അപ്പീലിൽ ഇപ്പോൾ പ്രതികൾക്ക് തിരിച്ചടി എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ വരുന്നത്. കോടതി എന്തെല്ലാം കാര്യങ്ങളാണ് നിരീക്ഷിച്ചത്? എങ്ങനെയാണ് ഈ ഒരു ഉത്തരവിലേക്ക് എത്തിയത്? ഇതാ നമുക്കറിയാം, 2020 ഒക്ടോബറിലാണ് നമ്മൾ ഉപാധികളോടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് മരങ്ങൾ മുറിക്കാൻ വേണ്ടിയുള്ള ഒരു ഉത്തരവ് വരുന്നത്. ഈ ഉത്തരവ് 2021 ഫെബ്രുവരിയിൽ റദ്ദാക്കുകയും ചെയ്തിരുന്നു, വിവാദമായതിനെ തുടർന്ന്. ഈ കാലയളവിലാണ് വലിയ തോതിൽ വയനാട്ടിൽ ഈട്ടിക്കൊള്ള നടന്നത്. ഈ ഈട്ടിക്കൊള്ളയ്ക്ക് പിന്നിൽ 3 പേരായിരുന്നു. അത് ആന്റോ അഗസ്റ്റിൻ, ജോസുകുട്ടി അഗസ്റ്റിൻ, റോജി അഗസ്റ്റിൻ എന്നിവരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. എന്നാൽ ഈ മരങ്ങളെല്ലാം തന്നെ വനം വകുപ്പ് പിന്നീട് കണ്ടുകെട്ടിയ മരങ്ങൾ തിരികെ വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ നൽകുകയായിരുന്നു ഈ പ്രതികൾ. ആ അപ്പീൽ തള്ളിക്കൊണ്ടാണ് കണ്ടുകെട്ടിയ മരങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാകേണ്ടതാണ് എന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. വയനാട് ജില്ലാ കോടതിയുടെ ഏറ്റവും നിർണായകമായ ഒരു വിധിയാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. നമുക്കറിയാം, മുട്ടിൽ ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ അടുത്ത കാലത്ത് വരുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വിധിയായിട്ട് വേണം ഇതിനെ കാണാൻ. കാരണം ഈ 150 200 വർഷം പഴക്കമുള്ള വലിയ മരങ്ങൾ വ്യാപകമായി തന്നെ കർഷകരെ പറഞ്ഞ് കബളിപ്പിച്ചുകൊണ്ടാണ് ഈ പ്രതികൾ തട്ടിയെടുത്തിട്ടുള്ളത്. ഈ സംഭവത്തിലാണ് ഈ മരം സർക്കാരിന് അവകാശപ്പെട്ടതാണ്, സർക്കാരിൽ നിക്ഷിപ്തമാകേണ്ടതാണ് എന്നുള്ളൊരു കണ്ടെത്തൽ വന്നിരിക്കുന്നത്. സാധാരണ നിലയിൽ നമ്മുടെ പറമ്പുകളിൽ നിന്ന് മുറിക്കുന്ന മരങ്ങളാണെങ്കിൽ പോലും അതിന് അനുമതിയുണ്ടെങ്കിൽ, പാസ് ഉണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുപോകുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ഉപാധികളോടുകൂടി സർക്കാർ പട്ടയം നൽകിയ ഭൂമിയിൽ നിന്ന് ഇത്തരത്തിൽ മരങ്ങൾ മുറിക്കുകയാണെങ്കിൽ ഇതിന് സർക്കാരിന്റെ ഉത്തരവ് വേണം. നിലവിലെ സാഹചര്യത്തിൽ അതിൽ നിരോധനം നിലനിൽക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു ഉത്തരവിറങ്ങുകയും മാസങ്ങൾക്ക് ശേഷം ആ ഉത്തരവ് പിൻവലിക്കുകയും ചെയ്തു. ഇതിന്റെ മറവിലാണ് പ്രതികൾ വയനാട്ടിൽ വ്യാപകമായി തന്നെ ഈട്ടിക്കൊള്ള നടത്തിയിരിക്കുന്നത്. എന്തായാലും ജഡ്ജിയുടെ നിരീക്ഷണം വളരെ സുപ്രധാനമായിരുന്നു. കാരണം ഇതിൽ നടന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഈട്ടിക്കൊള്ളയാണ് എന്ന് അവർക്ക് ബോധ്യമാകുന്ന രീതിയിലായിരുന്നു അവർ പറഞ്ഞിരുന്നത്. കാരണം ഉപാധികളോടെ പട്ടയമുള്ള ഭൂമിയിൽ നിന്ന് മരങ്ങൾ അവർ കർഷകരെയും മറ്റും കബളിപ്പിച്ചുകൊണ്ട് തന്നെ കടത്തിയതിന്റെ ഒരു പരാമർശം തന്നെയാണ് വന്നിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇനി ഈ കേസിന്റെ ഒരു ഭാവി നിർണ്ണയിക്കുന്നത് ഇത്തരത്തിലുള്ള വിധികൾ തന്നെയായിരിക്കും. നമുക്കറിയാം, 28 കേസുകളിലാണ് ഇപ്പോൾ അവർ 28 കേസുകളിൽ 28 അപ്പീൽ നൽകിയത്. 28 പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കോടതി ഇത്തരത്തിൽ ഉത്തരവിട്ടിരിക്കുന്നത്. വനം വകുപ്പ് മാത്രം 41 കേസുകളാണ് ഈട്ടിക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്തിരിക്കുന്നത്. 120ഓളം കേസുകൾ മൊത്തമുണ്ട്. പോലീസും റവന്യൂ വകുപ്പും ഉൾപ്പെടെ എടുത്ത കേസുകൾ ഉണ്ട്. ഈ കേസുകളുടെ എല്ലാം തന്നെ കുറ്റപത്രം സമർപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ വനം വകുപ്പിന്റെ 28 കേസിൽ ഏറ്റവും നിർണായകമായ വിധി പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.